റിന്യൂവിങ് യുവർ മൈൻഡ് പാർട്ട് 2. നിൻ്റെ മനസ്സിനെ പുതുതാക്കുക പാർട്ട് 2 ആണ്. പാർട്ട് 1 റോമർക്ക് എഴുതിയ ലേഖനം 12:2 പറഞ്ഞത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നമ്മുടെ മനസ്സ് പുതുക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് ഒരു ദിവസം ചെയ്തുകൊണ്ട് പിറ്റേ ദിവസം വേണ്ടെന്ന് പറയാനൊക്കത്തില്ല, എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. അതല്ല എങ്കിൽ ആത്മീക ഗോളത്തിൽ എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിച്ചു കഴിയുമ്പോൾ അതിന് വിപരീതമായി എന്തെങ്കിലും സംഭവിക്കും. നമ്മുടെ മനസ്സ് വീണ്ടും ഡൗട്ടിലോട്ട് പോകും. സംശയങ്ങൾ, എല്ലാം സംശയങ്ങളാണ്. ഒരാൾ കാശ് തരാമെന്ന് പറഞ്ഞു, കാശ് തരുന്നിടം വരെ അയാൾ തരുമോ മനസ്സിലായോ? അയാൾ തന്നു കഴിഞ്ഞാലും ചിലപ്പോൾ മനസ്സ് പറയാൻ തന്നില്ല. അങ്ങനെ നമുക്ക് ഈ ലോകത്തിലെ ആളുകളോട് ഇടപെടുമ്പോൾ നെഗറ്റീവ് തോട്ട്സ് അങ്ങ് വല്ല. കാരണം പലയിടത്തുനിന്ന് കിട്ടാത്തത് കൊണ്ട് നമ്മൾ അതുപോലെ എല്ലാവരെയും ചിന്തിക്കും. ദൈവം ചെയ്യുമെന്ന് പറഞ്ഞു, ദൈവം ചെയ്യുന്ന എത്ര പ്രാവശ്യം വേണ്ടും, ദൈവം ചെയ്യുമോ ഇതാണ് എല്ലാവരുടെയും ചോദ്യം. കാരണം മനസ്സ് പുതുക്കാത്തതിനാൽ പഴയ മനസ്സുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. പഴയ മനസ്സ് ഒരിക്കലും ശരിയായിട്ട് പ്രവർത്തിക്കത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ദൈവവുമായിട്ട് മാറ്റി നിർത്തുന്നത് ദൈവമല്ല, പിന്നെയോ നമ്മുടെ പാപം മാത്രം. അതായത് ദൈവത്തെക്കുറിച്ച് അറിവില്ലായ്മ കൂടാണ്. ഈ ഒരു പാറ്റേൺ എന്തുകൊണ്ട് നമ്മളിന്ന് മാറുന്നില്ല? അതായത് നമ്മൾ ദൈവത്തെ സ്വീകരിച്ചും പുതിയ സൃഷ്ടിയായെന്നൊക്കെ നമ്മൾ വചനം കാണാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ക്രിസ്തുവിലായപ്പോൾ ഞാൻ പുതിയ സൃഷ്ടി. പിന്നെ എന്തുകൊണ്ടാണ് ഈ പഴയ പാറ്റേൺ ഇപ്പോഴും വിശ്വാസികളിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നത്? അത് മരണം വരെ ചിലർ കാണും കേട്ടല്ലോ. അപ്പോൾ നമുക്കത് വളരെ സങ്കടമാണ്. ഈ ട്രാൻസ്ഫോർമേഷൻ, അതായത് രൂപാന്തരം. ഈ രൂപാന്തരം എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത മെറ്റമോർഫോ എന്നുള്ളതാണ്. അതായത് ഒരു ചെറിയ ബട്ടർഫ്ലൈയുടെ പ്യൂപ്പ, ആ പ്യൂപ്പൽ സ്റ്റേജിൽ ഇരിക്കുന്നിടത്തോളം കാലം അതിന് ഭംഗിയില്ല. അത് ആ ലെവലിൽ അങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. പക്ഷേ ദർ ഇസ് എ ട്രാൻസ്ഫോർമേഷൻ. അത് ആവശ്യമുള്ള ദിവസങ്ങൾ, അത് 21 days ഓർ വാട്ട് എവർ ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ്. ആ ഡേ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കുക്കൂൺ പൊട്ടിച്ചിട്ട് അത് പരിശുദ്ധം നല്ല ഒരു മനോഹരമായ ബട്ടർഫ്ലൈ ആയിട്ട് പറന്നു പോകും. ഈ ബട്ടർഫ്ലൈ ആയിട്ട് പറക്കുന്ന ലേബൽ എത്താതെ നമ്മളെല്ലാം നിന്ന് പോവുകയാണ്. കുക്കൂണിനകത്ത് അങ്ങ് നിൽക്കുക. പേടി, ഇപ്പം പേടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ പേടിയല്ല. ഞാൻ ആദ്യമൊക്കെ അമേരിക്കയിൽ പോകുമ്പം നമ്മൾ ഈ സ്വാതന്ത്ര്യമായിട്ട് ജീവിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ റോഡിലൊക്കെ ഇറങ്ങി അപ്പുറത്തെ വീട്ടിലൊക്കെ കയറി നമ്മൾ അത് പോയി അമേരിക്കയിൽ പോയുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോകുന്നതിന് ചോദിക്കണം. വേറെ വല്ലവരുടെ വാതിക്കെ ചെന്നാൽ അവരോട് പറയാതെ ചെന്ന് മുട്ടി അവർ തോക്കും കൊണ്ട് വെടിവെക്കും. ഇതൊക്കെ നമുക്ക് പേടിയാകും. കാരണം വി ആർ നോട്ട് യൂസ് ടു ഇറ്റ്, ഇല്ലേ? പക്ഷേ ഇപ്പോഴാണ് അമേരിക്ക ആരുടെ വീട്ടിൽ പോകത്തില്ല, പറയാതെ പോകത്തില്ല. ബിക്കോസ് എന്നാലും ഞാൻ ചിലപ്പോൾ ഈ പിള്ളേർ കുതിരയുടെ സവാരി പഠിക്കാൻ പോകുമ്പോഴൊക്കെ ഞാൻ കൂടെ പോകുമ്പം ചുറ്റുപാട് നടക്കും. എൻ്റെ ഹസ്ബൻഡ് പറയും സൂക്ഷിക്കണേന്ന്. കാരണം ഇവരുടെ എല്ലാം തോക്കുണ്ട്. ഇനിയിപ്പം പോകില്ല, കാരണം അത്രയും അറിവ് വന്നതുകൊണ്ട്. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ജഡീക ചിന്തകളെ കൊണ്ട് നിറച്ചിരിക്കുന്നത്. മനസ്സ് പുതുക്കണം ദിനം പ്രതി ക്രിസ്തുവിൽ. അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഇറ്റ്സ് നോട്ട് എ മിറക്കിൾ ദാറ്റ് ഗോഡ് ഹാസ് ടു ഡു വിത്തൗട്ട് മൈ പാർട്ട്ണർഷിപ്പ്. അതായത് എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ അല്ല, എൻ്റെ മനസ്സ് മാറണമെങ്കിൽ ദൈവം തന്നെയല്ല അത് ചെയ്യുന്നത്. അതിന് എൻ്റെ പാർട്ട്ണർഷിപ്പ് ആവശ്യമുണ്ട്. പാർട്ട്ണർഷിപ്പ് മീൻസ് ഐ ഷുഡ് കോഓപ്പറേറ്റ് വിത്ത് ഹിം. ദൈവമേ, എന്നെ മാറ്റാൻ ഞാൻ ദൈവത്തോട് ചേരുന്നില്ല എങ്കിൽ ദൈവം പോലും ഒന്നും ചെയ്യത്തില്ല. കാരണം സ്വാതന്ത്ര്യം തന്നിരിക്കുകയല്ലേ, ഫ്രീഡം ഓഫ് ചോയ്സ്. അതുകൊണ്ടാണ് അവ്വ തെറ്റ് ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു, കയീൻ തെറ്റ് ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അവ്വായോട് ദൈവം പറഞ്ഞില്ലെങ്കിൽ ആദം പറഞ്ഞിട്ടുണ്ട്. അത്ര ക്ലോസ് ആയിട്ട് നിന്നിട്ട് പോലും തെറ്റി, ദൈവത്തിനറിയാം. കയീന് പാപം ചെയ്യും ദൈവത്തിന് അറിയാമായിരുന്നു, ആബേലിനെ കൊല്ലും. ദൈവം തമ്പുരാൻ കയീനോട് പറഞ്ഞു, നീ എന്താണ് നിൻ്റെ മുഖം വാടിയിരിക്കുന്നത്? പാപം നന്മ ചെയ്യുന്നില്ല എങ്കിൽ പാപം വാതുക്കൽ നിൽക്കുന്നു. പാപത്ത് കയറി ദൈവം വാൺ ചെയ്തിട്ടാണെന്നേ ആബേലിനെ കൊന്നത്. അപ്പോൾ നമ്മൾ അന്ന് തൊട്ടുണ്ട് ഇന്നും ഇത്. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് മാറിയ വ്യക്തി ഏത് ഹീനിയസ് പ്രവൃത്തിയും ചെയ്യും. അത് സൊസൈറ്റിയെ പേടിച്ചിട്ട് ചിലർ മനക്കരുത്തുള്ളവർ നന്മ കാണിക്കുക, അതിനകത്തൊന്നും ഒരു കാര്യമില്ല. പരിശുദ്ധാത്മാവില്ലാത്തവൻ്റെ നന്മ ഒക്കെ ജീർണവസ്ത്രവുമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാമെങ്കിൽ നമ്മൾ അമന്ന് കിടന്ന് പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കും. കാരണം മനസ്സ് എന്നും പുതുക്കണം. ഈ മനസ്സ് പുതുക്കുന്നതിന് വളരെ പ്രധാനമായിട്ട് ഒരു പോയിൻ്റ് റോമർക്ക് എഴുതിയ 12:2 പറയുന്നെങ്കിലും 12:1 പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സലി വർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുക. പൗലോസ് വളരെ സീരിയസ് ആയിട്ടുള്ള ക്ലാസ്സാണിത്.
കർത്താവ് പൗലോസിനെ കൊണ്ട് പറയിപ്പിക്കുന്നതേ ഉള്ളൂ. പൗലോസ് പറയുകയാണ്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി, ബുദ്ധിയില്ലാത്തവരല്ല, ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ദൈവത്തിന് പ്രസാദമുള്ള യാഗം. പഴയ നിയമത്തിൽ യാഗം കൊടുക്കാതെ, യാഗമില്ലാതെ ഒന്നും കാര്യം നടക്കത്തില്ലല്ലോ. എത്രയോ യാഗങ്ങൾ ഈ അടുത്തിടെ ഒരു വെച്ച് വായിച്ചു പറഞ്ഞു, അയ്യോ എന്തെല്ലാം തരത്തിലുള്ള യാഗമാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, അവർക്കും കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കൊച്ചു കൊച്ചാണ്. അതായത് യാഗം എന്ന് പറയുമ്പം ഹനനയാഗമുണ്ട്, പാപയാഗമുണ്ട്, ഹോമയാഗമുണ്ട്, ഭക്ഷണയാഗമുണ്ട്, പാനീയയാഗമുണ്ട്, എന്തിനല്ലേ യാഗങ്ങളാണ്. ഇതൊക്കെ യാഗം ചെയ്യാനേ ഇവർക്ക് നേരം കാണത്തുള്ളൂ എന്ന് ചിന്തിക്കുന്നു. ശരിയല്ലേ? അതുപോലെയാണ് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അങ്ങോട്ട് അകലുകയാണ്. ദൈവം ഓരോന്നിനും ഓരോ യാഗം കഴിക്കാൻ പറയാൻ നോക്കിയാൽ ഇവിടെ യാഗം ചെയ്യാനേ നേരം കാണത്തുള്ളായിരുന്നു. പിന്നെ പുതിയ നിയമം ആയപ്പോൾ ദൈവകൃപയാൽ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി യാഗവസ്തുവായിട്ട് നിന്ന് സദാകാലത്തേക്ക് എന്നേക്കും വേണ്ടി സദ്ഗുണപൂർത്തിയാൻ ഏകയാഗമായിട്ട് യേശു ക്രിസ്തു ക്രൂശിന്മേൽ കയറിയിരിക്കുന്നു. ഉത്തരം വൺ തിങ്. അതുകൊണ്ട് എന്തൊരു എളുപ്പമല്ലേ നമുക്ക് എന്ന് ഈ കാളയും പശുവിനെയും ആട്ടുംകുട്ടിയൊക്കെ വലിച്ചുകൊണ്ട് നമ്മൾ ചേർച്ചിലോ സഭായോഗത്തിലോ പോകുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം കൊണ്ടുചെല്ലേണ്ടി വന്നേനെ. അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷിച്ചില്ലേ? ഈ ജീവനുള്ള ദൈവം തൻ്റെ പുത്രനെ നമുക്ക് തന്നില്ലേ? ഇതൊക്കെ അങ്ങോട്ട് പോണ്ടർ ചെയ്യാമെങ്കിൽ ഈ സത്യം എന്തുകൊണ്ട് പടരുന്നില്ല? ഈ സത്യം എന്തുകൊണ്ട് ഈ ലോകത്തിൻ്റെ നുണകളെ പെനട്രേറ്റ് ചെയ്തിട്ട് ഇത് ജീവനാകുന്നില്ല? ഞാൻ അമേരിക്കയിൽ പോകുമ്പോഴൊക്കെ ഞാൻ പണ്ട് വിചാരിച്ചിട്ടുണ്ട് അമേരിക്ക വലിയ സ്വാതന്ത്ര്യമാണ്, എല്ലാ സ്ത്രീകളും നല്ല മിടുക്കായിട്ട് ദൈവത്തെക്കുറിച്ച് പറയും. അങ്ങനെയാണ്. വെറുതെ അവിടെ ഒട്ടും മൊറാലിറ്റി ഇല്ലാതായിരിക്കുകയാണ്. സ്ത്രീകൾ വസ്ത്രം ഉടുക്കാത്തവരായി മാറിയിരിക്കുകയാണ്. കുടുംബത്തിൻ്റെ മഹത്വം എന്തെന്നറിയാൻ വയ്യാതിരിക്കുകയാണ്. ഡിവോഴ്സ് എന്ന് പറയുന്നത് പിന്നെ വസ്ത്രം മാറുന്ന പോലെ ഇങ്ങനെയൊക്കെ ഒരു ലോകമായി മാറിയിരിക്കുന്നതിന് വളരെ സങ്കടം തോന്നിക്കും നമുക്ക്. ശരിയാ, ഒരു സൈഡ് അപ്പുറത്ത് വല്ലതും കൂടെ കുറച്ച് ഗുണങ്ങളുണ്ട്. ബട്ട് ദർ ആർ ബേസിക് ഫണ്ടമെൻ്റൽ മാറ്റേഴ്സിൽ വ്യത്യാസം വന്നിരിക്കുകയാണ്. നമ്മളും അതിൻ്റെ പുറകെ പോകുന്നതെന്നൊരു ചെറിയ പേടിയുണ്ട്. ദൈവം തമ്പുരാൻ നമ്മളെ ബലപ്പെടുത്തിട്ട്. അപ്പം ഈ സംശയങ്ങളും ദൈവത്തിന് വിപരീതമായിട്ടുള്ള ഷെയിം, അതായത് ദൈവത്തിനെ മറുത്ത് നമ്മുടെ ചിന്തകൾ കൊണ്ടുവരുന്നത് നമ്മളൊരു സ്പിരിച്വൽ ഹിപ്പോക്രൈറ്റാണ്. അതായത് അകത്തൊന്നും പുറത്ത് കാണിക്കുന്ന ഒന്ന്. അവിടെ പള്ളിയിൽ ചെല്ലുമ്പോൾ നല്ല ആളല്ലേ, സഭായോഗത്തിൽ ചെല്ലുമ്പോൾ നല്ല ആൾ പുറത്ത് വരും, പക്ഷേ വീട്ടിൽ ചെല്ലുമ്പോൾ ആൾ വേറെ, അല്ലെ നേരെ തിരിച്ചായിരിക്കും. അത് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇതൊക്കെ ഈ പാപത്തിൻ്റെ ഇഫക്റ്റാണ്. അപ്പം നമുക്ക് ഈ സ്വാതന്ത്ര്യ ജീവിതത്തിലേക്ക് ജീവിക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ അടുക്കിലോട്ട് ഒരു സൈലൻറ്റ് സഫറിങ് ആണ് ഇതിന് പറയുന്നത്. അതായത് നമ്മളെ തന്നെ യാഗവസ്തുവായിട്ട് കയറ്റി വെക്കണം. യാഗപീഠം നമ്മൾ വിറകടുക്കി വെച്ചിരിക്കുകയാണ്. അതിൽ നമ്മൾ തന്നെ ദിനം പ്രതി കയറി കിടക്കാമെന്നൊന്ന് ചിന്തിച്ച് നോക്കി. അപ്പം ഇത് അടിയിൽ നിന്നാണ് തീ കത്തിക്കുന്നത്. കത്തിവെച്ച് അടിച്ച് ഓടിപ്പോകാനും നോക്കൂല. അങ്ങനെയാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. എന്താ കത്തിപ്പോകുന്നത്? എന്നിലുള്ള ജഡം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോൾ നമുക്കൊരു വ്യത്യാസം ദിനം പ്രതി. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ കുറ്റമൊന്നും കണ്ടുപിടിക്കാൻ നേരമില്ലെന്നേ. എൻ്റെ തന്നെ ഉണ്ടല്ലോ എടുത്ത് കളയാൻ ഒത്തിരി. അപ്പോൾ ഈ ഓൾഡ് മൈൻഡിനകത്ത് എപ്പോഴും ടെൻഷനായിരിക്കും. യുവർ ഓൾഡ് മൈൻഡ് ഫിയേഴ്സ് ഓൾ ദ ടൈം. എന്നിട്ട് നമ്മൾ എപ്പോഴും അയ്യോ അത് ചെയ്തില്ലേ, സെൽഫ് കോണ്ടംനേഷൻ. അയ്യോ എനിക്കതിന് കഴിവില്ലേ, എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ലേ, അയ്യോ ഞാൻ പാപിയാണ്, എനിക്ക് നിരാശയാണ്, എനിക്ക് അന്ന് കഷ്ടം വന്നതിനാൽ ഇപ്പോഴും ഇത് കഷ്ടമാണ്, ഞാൻ ചെയ്യുന്നതൊന്നും ശരിയാകത്തില്ലേ, ഞാൻ പറയുന്നതൊന്നും ശരിയല്ല, ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഓൾഡ് മൈൻഡാണ്. യു ട്രൈ ടു റീഡ് മോർ ബുക്സ്, യു ഫാസ്റ്റ് വിത്തൗട്ട് ഫുഡ്, യു ഫാസ്റ്റ് ബട്ട് വിത്തൗട്ട് വേർഡ്. അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ഉപവസിക്കുകയാണ്, ഞാൻ ഇപ്പം 3 ദിവസം 7 ദിവസം ഉപവസത്തോടെ ഒന്നും കഴിക്കുന്നില്ല. വെറുതെ സമയം കളയുക. ഞാൻ പറയാം, 50 ദിവസം ഉപവസിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ വചനമില്ല എങ്കിൽ വെറുതെ ഉപവസിക്കുകയാണ്. ഞാൻ 7 ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതെ ഉപവസിച്ചിട്ടുണ്ട്. 4 ദിവസം ആകുമ്പോൾ ഞാൻ വിചാരിച്ച് ചത്തുപോകുന്നു. അത്രയ്ക്ക് ചെറുപ്പത്തിൽ ചെയ്തതാണ്. പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം വചനമൊന്നും വായിക്കത്തില്ല. ചുമ്മാ ഉപവാസം ആകുമ്പോൾ ഒരു കിടപ്പ് ഒരു ഇരിപ്പ് തന്നെ. വചനം വായിക്കാതെ ഉപവാസം എടുത്തിട്ട് എന്തെടുക്കാൻ? വചനം മെഡിറ്റേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്തിനാണ് ഉപവാസം എടുക്കുന്നത്? വചനം ഈ ഉപവാസം ഉപവസിക്കുക അവൻ്റെ കൂടെ. എങ്ങനെ വസിക്കും വേദപുസ്തകം വായിക്കാതെ? വചനം എടുത്ത് വായിക്കാതെ എങ്ങനെ ഉപവസിക്കും കൂടെ വസിക്കുന്നത്? അപ്പോൾ നമ്മളിത് മനസ്സിലാക്കണം. ദ എക്സോസ്റ്റ് ഇമോഷണലി ന്യൂ മെമ്മറൈസ്. പക്ഷേ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് കൂടാതെ നമ്മൾ തന്നെ പ്രയത്നിക്കും. കുറച്ച് നമ്മളങ്ങ് മനസ്സങ്ങ് മട്ടുക്കും. നമുക്കിനി മുൻപോട്ട് പോകാൻ ബലമില്ല. അത് നമ്മുടെ സന്തോഷത്തെ എടുത്തുകളെ. അങ്ങനെ ആകരുത്. നമ്മൾ ഒരു സ്പിരിച്വൽ ഫ്രോഡാകരുത്. അതായത്
ദൈവത്തിൻ്റെ മുമ്പിൽ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പം നല്ലതും ചിലപ്പം അല്ലാതെ മനുഷ്യർ കാണുമ്പം നല്ലതല്ല, അതല്ലെന്നേ ദൈവം നോക്കുന്നത്. ദൈവത്തിന് നിർബന്ധമായിട്ടും ആഗ്രഹമുണ്ട് നമ്മളെ രൂപാന്തരപ്പെടുത്താൻ. അത് നമ്മൾ ദൈവത്തോട് തന്നെ ചോദിക്കണം. അപ്പോൾ സ്പിരിച്വൽ ഫ്രോഡ് ഉണ്ടാകാൻ ഇടയാക്കരുത്. യുവർ മൈൻഡ് ഷുഡ് ബി ട്രെയിൻഡ് ബൈ ദ വേർഡ്. അത് നമ്മൾ മനസ്സിനെ പുതുക്കണമെങ്കിൽ നമ്മൾ ഈ കൊച്ചു പിള്ളേരെയൊക്കെ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, കൊച്ചു മക്കളെ ചെറുപ്പത്തിൽ തന്നെ വചനം പഠിപ്പിക്കണം. അങ്ങനെ അവരെ പഠിപ്പിക്കുകയാണെങ്കിൽ പ്രായമാകുമ്പോൾ അവർ വചനത്തിൽ നിന്ന് തെറ്റിപ്പോകത്തില്ല എന്ന്. അത് ഒരു കണക്കിൽ കറക്റ്റാണ്. പക്ഷേ സാഹചര്യങ്ങളും കൂട്ടുകാരും മാറിപ്പോയാൽ ഇപ്പോഴത്തെ കാലത്ത് അതും സംഭവിക്കുന്നുണ്ട്. ഒന്നും സ്ഥിരതയായി ദിനം പ്രതി ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് ദിനം പ്രതി, അതായത് 4 നേരം ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ 4 നേരം ദൈവവചനം കൊണ്ട് അല്ലെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. 2 നേരം കഴിക്കുന്നുണ്ടെങ്കിൽ 2 നേരം, ബാക്കി സമയം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യാൻ ശ്രമിക്കണം. നന്മ ചെയ്യുന്നില്ല എങ്കിൽ തിന്മ നിൻ്റെ വാതിക്കൽ നിൽക്കുന്നു എന്ന് ദൈവം തമ്പുരാനാണ് പറഞ്ഞത് കൈനോട്. കൈൻ എന്നിട്ട് കേട്ടോ? ഇല്ലല്ലോ. അപ്പോൾ മൈൻഡ് ഓവർ മാറ്റർ ആകല്ലോ. അതായത് നമ്മൾ ശരിയാ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിനുള്ള ഒരു വിനയമോ അനുസരണമോ ഇല്ലാതെ ദൈവത്തിന് വേണ്ടിയാണെന്നും പറഞ്ഞ് ജീവിച്ചാൽ കർത്താവ് അതൊന്നും കണക്കിലെടുക്കത്തില്ല. അപ്പം നമ്മൾ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. അതായത് നമ്മൾ ഇത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കൊച്ച് എന്നെ കൊണ്ടൊന്നിനും കഴിവില്ല, അയ്യോ ഞാൻ കഴിവില്ലാത്ത വ്യക്തിയാണ്, ഞാൻ യഥാർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നില്ല, അങ്ങനെ അവിടെ ചിന്ത വരുന്നെങ്കിൽ ഉടനെ നമ്മൾ പിന്നെ എടുത്ത് വായിക്കണ്ടേ? അല്ലെങ്കിൽ വേറൊരാൾ ചിന്തിക്കുകയാണ് ഞാൻ എന്നും തോൽവിയാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യവും നടക്കത്തില്ല. ഉടനെ സങ്കീർത്തനം 139 എടുത്തിട്ട് എന്നെ എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് വായിക്കണം. ഗോഡ് ഹാസ് സങ്കീർത്തനം 139:13-14 ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. എന്നെ എത്രയോ അതിശയകരമായിട്ട് ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. മനസ്സിലായി? എന്നിട്ട് ആ 139 സങ്കീർത്തനം അത് ഉറക്കെ വായിക്കണം. ഐഡൻറ്റിഫൈ ഓൾ തിങ്കിങ് പാറ്റേൺ, കൺഫസ് ട്രൂ കൺസിസ്റ്റൻ്റ്ലി അലൗഡ്, ചൂസ് ട്രൂത്ത് ബേസ്ഡ് ഓൺ ആക്ഷൻ. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ദൈവത്താൽ സൃഷ്ടിച്ച മകളാണ്, ദൈവം എന്നിൽ വസിക്കുന്നുണ്ട്, ഐ എം വണ്ടർഫുള്ളി, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിനും ജെറമയ 1:5 ഉണ്ടാകുന്നതിനും ഇങ്ങനെ ഒരു 5-8 വാക്യങ്ങൾ നമ്മളെ തന്നെ നമ്മൾ പുഷ്ടിപ്പെടുത്തുന്നത് വായിച്ചുകൊണ്ടിരിക്കണം. ഏത് ഏരിയയിലും അതിനൊക്കെ ഒരു നെഗറ്റീവ് തോട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് 5 വാക്യം അതിനെതിരായിട്ട് എഴുതിയിടണം ദൈവത്തിൻ്റേത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എങ്കിൽ ഈ ദുഷ്ടപിശാചിൻ്റെ തന്ത്രം മാറും. വി വിൽ ലീഡ് എ വിക്ടോറിയസ് ലൈഫ്. ഇതൊരു കോൺസ്റ്റൻറ്റ് പ്രോസസ്സാണ്. അതായത് ശ്വാസം എടുക്കുന്നില്ല, ഞാൻ 2 മിനിറ്റ് ശ്വാസം എടുക്കുന്നില്ലെന്ന് ചിന്തിച്ച് 2 മിനിറ്റ് കുഴപ്പമില്ലായിരിക്കും, 10 മിനിറ്റ്, 1 മണിക്കൂർ ചത്തുപോകും. ശരിയല്ലേ? അതുപോലെ തന്നെയാണ് ദൈവവചനത്തിൻ്റെ ആവശ്യം. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ മുമ്പിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്. മനസ്സ് പുതുക്കുക എന്ന് പറയുന്നത് ശ്വാസം എടുക്കുന്നത് പോലെ തന്നെയാണ്. രക്തം ഞങ്ങളുടെ ശരീരത്തിൽ ഓടുന്നത് ശുദ്ധീകരിക്കുന്നുണ്ട്. വെള്ളം കുടിച്ചില്ലെങ്കിൽ മനുഷ്യൻ ഡീഹൈഡ്രേറ്റ് ചെയ്തു പോകും. അതുപോലൊക്കെ തന്നെയാണ് നിൻ്റെ വചനം കഴിക്കുന്നില്ല എങ്കിലും, വചനമാകുന്ന ജലസ്നാനം എടുക്കുന്നില്ല എങ്കിലും ഞങ്ങളെല്ലാം ചത്തുപോകും. വെറും ഉണങ്ങിയലിച്ച് എസെക്കിയേൽ 37 പറയുന്ന പോലെ ഉണങ്ങിയ അസ്ഥികൾ ഇത് ജീവിക്കുമോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ ആക്കല്ലേ അപ്പച്ച. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ തലോടൽ, ആ വലിയ സ്നേഹം ഞങ്ങളിലേക്ക് ഒഴുകണം. അത് ഞങ്ങൾക്ക് പ്രാപിച്ചെടുക്കാനുള്ള കൃപയും തരണം. അത് ഞങ്ങളിൽ തന്നെയല്ല, ഈ വെള്ളത്തിനൊരു പ്രത്യേക സ്വഭാവം ഉണ്ടല്ലോ അപ്പച്ച. അത് തടസ്സം കണ്ടാൽ വഴക്കുണ്ടാക്കി നിൽക്കത്തില്ല. തടസ്സമില്ലാത്ത സൈഡിൽ കൂടെ അത് താഴോട്ട് ഇറങ്ങിപ്പോകും. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കൃപ ഇട്ട് തരണം. എവിടെയാണ് ഭൂമി നനയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഞങ്ങളെ കൊണ്ട് വചനം ഇടിയിപ്പിക്കണം. ആവശ്യമില്ലാത്തടത്ത് വിടുകയും ചെയ്യരുത്. നിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്ന ഈ ഭൂമിയിലെ ഭാഗ്യസമയം വെറുതെ വേസ്റ്റ് ചെയ്യിപ്പിക്കല്ലേ. ആവശ്യമില്ലാത്തടത്ത് പോകാതിരിക്കാൻ സഹായിക്കണം. അപ്പോൾ ഞാൻ വെളിപ്പാടി പറയുന്നുണ്ട്, ഞാനിതാ ഒരു പുതിയ വാതിൽ നിൻ്റെ മുമ്പിൽ ഇതാ തുറന്ന് വെച്ചിരിക്കുന്നു. അത് ഞാൻ തുറന്ന് ആരും അടയ്ക്കത്തില്ല. അതാണ് കർത്താവിൻ്റെ വാഗ്ദത്തം ഇപ്പോൾ തരുന്നത്. അതാ നിൻ്റെ വചനം. Go ye unto all the world and preach the good news. ദൈവവചനം പടരട്ടെ. കർത്താവേ, വായുമണ്ഡലത്തിൽ അതിവേഗത്തിൽ ഈ വചനം പോയിക്കൊണ്ടിരിക്കുന്നു. പലകമേൽ എഴുതിക്കൊള്ളുക, ദൂരെ നിന്ന് വായിക്കാവുന്ന വിധത്തിൽ വലിയ അക്ഷരത്തിൽ എഴുതിക്കൊള്ളുക. അത് നടക്കും. അതതിൻ്റെ അന്ത്യത്തിലേക്ക് പ്രവചനം നടക്കാൻ പോകുന്നു. അന്ത്യത്തിലേക്ക്, സമാപ്തിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. അത് വരും നിശ്ചയം.
അനേക മക്കൾക്ക് ഇതൊരു ദൂതായിട്ട് മാറട്ടെ അപ്പച്ച. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഓടി വന്ന് ഉത്തരം തന്ന ദൈവത്തിന് പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ. ആമേൻ.